അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി നിന്നുകൊണ്ട് അർഹമായ അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മുൻ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ജോർജ് കുര്യനെ ഈ യോഗത്തിന് ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെ നമുക്ക് ശ്രവിക്കാം. അഭിവന്ദ്യനായ ബിഷപ്പ് ഫ്രാൻസിസ്, അഭിവന്ദ്യരായ വൈദികരെ, കന്യാസ്ത്രീകളെ, ചോലത്തടത്തിലെ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി നിങ്ങൾ എനിക്കൊരത്ഭുതമാണ്. പല പള്ളി പെരുന്നാളുകളും കണ്ടിട്ടുണ്ട്. ഇതുപോലെ അച്ചടക്കത്തോടുകൂടി പ്രസംഗങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി കഴിയുന്ന നിങ്ങളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. അതിന് കാരണക്കാരനായിട്ടുള്ള സിറിലച്ചനെയും അഭിനന്ദിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ അവകാശത്തെപ്പറ്റി പറയുമ്പോൾ 1958 ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്തത് കേരളത്തിൻ്റെ സർക്കാരാണ്. രാഷ്ട്രീയം പറയുകയല്ല, അതിൻ്റെ അകത്തെ ഒരു കണക്ക് പറയുക. അതിലെഴുതി വെച്ചത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ മൈനോരിറ്റി അല്ല, സെക്കൻഡ് മജോറിറ്റിയാണ്. കാരണം 25% കൂടുതൽ കേരളത്തിൽ അന്ന് ക്രിസ്ത്യാനികളായിരുന്നു. സെക്കൻഡ് മജോറിറ്റി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ന്യൂനപക്ഷ അവകാശം കൊടുക്കേണ്ട കാര്യമില്ല എന്ന അന്നത്തെ സങ്കല്പത്തിൽ, അതിനുശേഷം കോടതി വിധികൾ വരികയും സങ്കല്പങ്ങൾ മാറുകയും ചെയ്തു. അവിടെ നിന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും മൈനോരിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗമായിട്ട് ക്രിസ്ത്യാനികൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളുടെ പുറകെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയായിരുന്നു എങ്കിൽ, ഇങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് പറയുന്നതിന് ജീവിതത്തിൽ അർത്ഥമില്ല. അങ്ങനെ സംഭവിച്ചിരിക്കും. ഇനി എന്താ? അതിനാണ് ഐക്യമെന്ന് പറയുന്നത്. ശക്തമായിട്ട് പ്രതികരിക്കുന്ന പിതാക്കന്മാർ ഇന്ന് നമുക്കുണ്ട്. കല്ലറങ്ങാട്ട് പിതാവ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2021 സെപ്റ്റംബർ മാസത്തിൽ പിതാവ് ഗർജിച്ചു. പിന്നെ പാലായിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. എല്ലാവർക്കും മുറിവേറ്റു. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കഥയല്ല. നമ്മുടെ തിരുമുറ്റത്ത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് പറയുന്ന പാലയിൽ അത് സംഭവിച്ചു. പക്ഷെ അന്ന് ഞാനൊക്കെ പ്രസംഗിച്ചു, 1 വർഷം നിലനിൽക്കില്ല ഇതെന്ന് പറഞ്ഞു. 1 വർഷം ഈ അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പിറ്റേ വർഷം 2022 സെപ്റ്റംബർ മാസത്തില് ആ സംഘടന ഇല്ലാതായി. അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുണ്ടായില്ലായിരുന്നെങ്കിലോ, അത് സംഭവിച്ചില്ലായിരുന്നു എങ്കിലോ എന്താകുമായിരുന്നോ ഇന്നത്തെ നമ്മുടെ മാനസികാവസ്ഥ? ഭരണാധികാരികൾ ആവശ്യമുള്ളപ്പോൾ നടപ്പിലാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും രാജ്യത്ത് സമാധാനമുണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ വൈസ് ചെയർമാനായിരുന്നു മൈനോറിറ്റി കമ്മീഷൻ. അന്നത്തെ ഒരു കഥ ഞാൻ പറയാം. 2019 സെപ്റ്റംബർ മാസം 15-ാം തീയതി മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി വിധി എഴുതുന്നു. ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികളുമായിട്ട് അധ്യാപകർ പോയപ്പോഴുണ്ടായ ചില സംഭവങ്ങളാണ്. ആ സംഭവം എന്താന്ന് ഞാൻ പറയുന്നത്. പക്ഷെ വിധിയിൽ 32-ാമത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചു,
ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ് പറയുന്നത് കോടതി. അതുപോലെ തന്നെ അവര് വിദ്യാഭ്യാസ രംഗത്ത് നല്ല സേവനം നടത്തുന്നുണ്ട്. പക്ഷെ അവരുടെ ധാർമ്മിക ബോധം $100 ക്വസ്റ്റ്യൻ. ഞാൻ വൈസ് ചെയർമാനായിരുന്നു. 17-ാം തീയതി ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ ഡൽഹിയിൽ കണ്ടു. അന്ന് ശനിയാഴ്ചയായിരുന്നു. 19-ാം തീയതി തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് ഓപ്പൺ ലെറ്റർ എഴുതി. നിങ്ങൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്, ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ പേര് പറയാൻ പാടില്ല, കണ്ടന്റ് ഓഫ് കോർട്ട് വരും, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് വിധിച്ചത്? 1951 സെൻസസില് 2.3%. 2011 സെൻസസില് 2.3. എവിടുന്ന് കിട്ടി കോടതിക്ക് കണക്ക്? പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലോ എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അങ്ങനെ 5-6 ചോദ്യങ്ങൾ. ഓപ്പൺ ലെറ്ററാണ്. നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ, ആജ് തക്ക്, അതുപോലെ ബാർ ആൻഡ് ബെഞ്ച് പോലെയുള്ള ആ ഓൺലൈനുകൾ പരസ്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് വൈകുന്നേരം മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു വക്കീല്, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ജഡ്ജിയുടെ ആളാണെന്ന്. അദ്ദേഹം പറഞ്ഞു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടാകും. ഞാൻ പറഞ്ഞു സന്തോഷം. മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാൻ പരസ്യമായിട്ട് അവിടെ വന്ന് കീഴടങ്ങും, കോടതിക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സംഭവിച്ചത്, ഓപ്പൺ കോർട്ടിൽ 11 മണിയായപ്പോൾ ആ ജഡ്ജി ആ പാരഗ്രാഫ്, ക്രിസ്ത്യാനിയെ അപമാനിക്കുന്ന ആ പാരഗ്രാഫ് പരസ്യമായിട്ട് ഓപ്പൺ കോർട്ടിൽ പിൻവലിച്ചു. ക്രിസ്ത്യാനിക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറയുവാൻ ഏത് രാഷ്ട്രീയ നേതാവാണെന്ന് കേരളത്തിൽ തയ്യാറ്? ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചാനലുകളിൽ, ഹിന്ദുക്കൾ വന്ന് അഭിമാനത്തോടു കൂടി പറയും. അത് എല്ലാ പാർട്ടിയിലെയും, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവ് വന്നിരുന്നു കൊണ്ട് പറയുന്നു, ഞാൻ അഭിമാനത്തോടു കൂടി രാമായണം വായിക്കും. ഇസ്ലാം മതത്തിലെ എല്ലാ നേതാക്കന്മാരും ഖുറാനെ പറ്റി പറയും. കേരളത്തിലെ ഏതെങ്കിലും ക്രിസ്ത്യൻ നേതാവ് ചങ്കൂറ്റത്തോടുകൂടി പരസ്യമായിട്ട് ചാനല് പോലെയുള്ള ഇടങ്ങളിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? അത് അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ കാര്യം. കണക്ക്, വോട്ടിന്റെ കണക്ക്, ആ ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റമുണ്ടെങ്കിൽ വോട്ട് കിട്ടും. ക്രിസ്ത്യാനി അല്ലാത്തവന്റെയും വോട്ട് കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ആ ഐക്യമാണ് വേണ്ടത്. ബാക്കിയുള്ള കഥകൾ തീർച്ചയായിട്ടും തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. എൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞിറങ്ങുന്ന ചില വിമർശനങ്ങളുണ്ടായി. അത് വാക്കുകൊണ്ടല്ല തെളിയിക്കേണ്ടത്, പ്രവൃത്തി കൊണ്ടാണ് തെളിയിക്കേണ്ടത്. 1980-കളുടെ അവസാനം 90-കളില് ഗോവയിൽ ചെല്ലുന്ന അവസരത്തിൽ എത്ര പുച്ഛത്തോടു കൂടിയായിരുന്നു അവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്നെ നോക്കിയിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് അവിടുത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാർ എൻ്റെ പാർട്ടിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി എൻ്റെ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി എൻ്റെ പാർട്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും, ഈ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ ഈ ഭാരതത്തിൽ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.